നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവകലാശാല സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ സർവകലാശാലയ്ക്ക് വ്യക്തിപരമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് കേരള VC യൂണിയൻ രൂപീകരിക്കാൻ ഉത്തരവ് സർവകലാശാല പുറപ്പെടുവിക്കാത്തത്. വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തിയെങ്കിലും യൂണിയൻ രൂപീകരിക്കാൻ SFIക്ക് കഴിയാത്തത് വലിയൊരു ക്ഷീണമായി തന്നെയാണ് ഉള്ളത്. സർവകലാശാല ഭരണസമിതികളുടെ തെരഞ്ഞെടുപ്പ് ഫലവിജ്ഞാപനം ഇറക്കുന്നതിൽ നിന്ന് VCമാരെ ഒഴിവാക്കി നിയമ ഭേദഗതിക്ക് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു നീക്കം. വൈസ് ചാൻസലർമാരെ നോക്കുകുത്തികളാക്കി കരാർ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് നിയമിക്കുന്ന രജിസ്ട്രാർമാരിൽ അധികാരം കേന്ദ്രീകരിക്കുമെന്നാണ് ആക്ഷേപം. SFIക്ക് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ രൂപീകരിക്കാൻ കഴിയാത്തതുപോലുള്ള സാഹചര്യം ആവർത്തിക്കാതിരിക്കാനാണ് നിയമ ഭേദഗതി എന്നാണ് ആരോപണം ഉയരുന്നത്. വോട്ടെണ്ണൽ രേഖകൾ കൂടാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ വിസമ്മതിച്ച കേരള VCയുടെ നിലപാടിനെ തുടർന്നാണ് ഈ നീക്കം. ഹൈക്കോടതിയെ സമീപിച്ചിട്ടും കഴിഞ്ഞ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട SFI പ്രതിനിധികൾക്ക് കേരളയിൽ യൂണിയൻ രൂപീകരിക്കാനാവാത്ത അവസ്ഥ വന്നിരുന്നു. ഇത് സർവകലാശാലകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നിയമ ഭേദഗതി ലക്ഷ്യമിടുന്നത് എന്നാണ് വിമർശനം. സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാഡമിക് കൗൺസിൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ എന്നിവയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിജ്ഞാപനം ചെയ്യുന്നതിനും സമിതികൾ രൂപീകരിക്കുന്നതിനും VCമാർക്കുള്ള അധികാരം രജിസ്ട്രാർമാർക്ക് നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി. മാർച്ച് 3 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന നിയമ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുത്താനാണ് സർക്കാരിന്റെ ഒരു നീക്കം. കരാർ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് നിയമിക്കുന്ന രജിസ്ട്രാർക്ക് VCയുടെ നിലവിലുള്ള പല അധികാരങ്ങളും നൽകുന്നതോടെ VCക്കുള്ള അധികാരങ്ങൾ ഇല്ലാതാകും. അധികാരങ്ങൾ രജിസ്ട്രാർമാരിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ CPMന്റെ നിലപാടിന്റെ ഭാഗമായാണ് പുതിയ നിയമഭേദികളെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് കരാറിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും മേലിൽ യൂണിവേഴ്സിറ്റിയിലെ ഭരണസമിതിയിൽ രൂപീകരിക്കുക. ഗവർണറുടെയും VCയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനും കൂടുതൽ അധികാരങ്ങൾ നിയമ ഭേദഗതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിക്കും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന സിൻഡിക്കേറ്റുകൾക്കും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന രജിസ്ട്രാർക്കും കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതോടെ സർവകലാശാലകളുടെ നിലവിലെ അക്കാഡമിക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. സർവകലാശാല ഭരണം പൂർണ്ണമായും രാഷ്ട്രീയവത്കരിക്കപ്പെടുമെന്നാണ് ആക്ഷേപം. 1991 K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർവകലാശാലകളുടെ ഫയലുകൾ പരിശോധിക്കുവാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതിക്ക് ശ്രമിച്ചപ്പോൾ സർവകലാശാലകളുടെ സ്വയംഭരണം നഷ്ടപ്പെടുമെന്ന പേരിൽ CPM ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ CPM സർവകലാശാലകളെ സർക്കാരിന്റെ ഒരു വകുപ്പിന് സമാനമാക്കി മാറ്റുന്നതിന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അമിതമായ ഒരു അധികാരങ്ങൾ നൽകുന്നു എന്നതാണ് ആരോപണം. എന്തായാലും നാളെ നിയമസഭയിൽ ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടി സർക്കാരും ഗവർണറും തമ്മിൽ പുതിയ ഒരു യുദ്ധത്തിലേക്ക് വീണ്ടും ചുവടുവെക്കുകയാണ്. അതോടുകൂടി സർക്കാരും ഗവർണറും തമ്മിൽ വലിയ ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.